ഹായ്, ഞാൻ ഡോക്ടർ ധന്യകൃഷ്ണൻ. പാൽപ്പല്ലിൽ വെള്ളപ്പാടുകൾ വന്നാൽ, വൈറ്റ് സ്പോട്ട്സ് വന്നാൽ അത് പെർമനൻറ്റ് ടൂത്തിലും വരുമെന്ന് പലർക്കും സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതനുസരിച്ചിരിക്കും. പാൽപ്പല്ലിൽ മിക്കവാറും ഇതുപോലെ വെള്ള സ്പോട്ട്സ് കാണുന്നത് അതിൻ്റെ ടൂത്ത് ബട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ്. അത് നല്ല പനി വരിക, ഹൈ ഫീവർ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ എന്തെങ്കിലും ട്രോമ കൊണ്ട് ഉണ്ടാവുന്ന വെള്ളപ്പാടുകളാണെങ്കിൽ മിക്കവാറും ആ പാൽപ്പല്ല് പൊഴിഞ്ഞു കഴിയുമ്പോൾ പുതിയതായിട്ട് വരുന്ന പെർമനൻറ്റ് ടൂത്തിന് പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇത് ഇനാമൽ ഹൈപ്പോപ്ലേസിയ എന്ന് പറയും. അതായത് ടൂത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇനാമലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജാണ് അതിന് കാരണം. ഇങ്ങനത്തെ റീസൺ കൊണ്ടുവരുന്നത് പുതിയ പെർമനൻറ്റ് ടൂത്തിൽ കാണില്ല. എന്നാൽ ചിലപ്പോൾ ഫ്ലൂറോസിസ്, അതായത് അധികം ഫ്ലൂറൈഡ് കണ്ടൻ്റുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന മഞ്ഞയോ വെള്ളയോ സ്പോട്ട്സ് ആണ് ഈ നിങ്ങളുടെ പാൽപ്പല്ലിൽ. ചില സമയത്ത് എല്ലാ പല്ലിലും അങ്ങനെ വരാറുണ്ട്. അങ്ങനത്തെ വരുന്ന വൈറ്റ് സ്പോട്ട്സ് ഇപ്പോൾ അതേ കണ്ടീഷനിൽ തന്നെയാണ് ആ കുട്ടി ഇരിക്കുന്നത്, അതേപോലെ ഫ്ലൂറൈഡ് കണ്ടൻ്റുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് ടൂത്ത് വരുമ്പോഴും ഇതേപോലെ തന്നെ അതിനകത്തും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അനുസരിച്ചിരിക്കും നമ്മുടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്.